ദൈവമേ, കാട്ടിൽ നിന്ന് ഓടി നമ്മൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയല്ലോ. ആരും നമ്മളെ കണ്ടില്ലെന്ന് വിശ്വസിക്കാം. ആഹാ, പിന്നെന്തിനാ ഇത്ര ടെൻഷൻ? സേഫ് ആയിട്ട് തിരിച്ചു എത്തിയില്ലേ, കൂളായിരിക്കും. ഓർക്കുന്നുണ്ടോ, നമ്മൾ ആ കാടിന്റെ ഉള്ളിലേക്ക് കയറി ആ സമയം ചുറ്റും വലിയ മരങ്ങളും സൂര്യവെളിച്ചവും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ പേടിയൊക്കെ എവിടേക്കോ പോയി മറഞ്ഞു അല്ലേ? അതൊരു വേറെ ലെവൽ അനുഭവം തന്നെയായിരുന്നു. ലിസയും ഞാനും അപ്പവും അമ്മവും കാട്ടിന്റെ ഉള്ളിലേക്ക് കാഴ്ചകൾ കാണാൻ പോയി അങ്കിൾ. വീട്ടിലൊന്നും പറയാതെ പോയത് ശരിയായില്ല. ഇങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു പോവേണ്ടേ? ഇല്ലെങ്കിൽ അപകടത്തിൽ പെടില്ലേ കൂട്ടുകാരെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അച്ഛനോടും അമ്മയോടും പറയാതെ എങ്ങോട്ടും പോകരുത്, ഇല്ലെങ്കിൽ അപകടത്തിൽ പെടും കൂട്ടുകാരെ. രാത്രിയായപ്പോൾ അപ്പവും അമ്മവും പേടിച്ച് വിറച്ച് എന്റെ കയ്യിൽ പിടിച്ച് ചുറ്റും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ പേടിച്ച് ഹൃദയം നിലച്ച പോലെ തോന്നി. ആ പേടിയും ആ രാത്രിയിലെ തണുപ്പും ഒക്കെയാണ് ഈ യാത്രയിലെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ആ തീ കൂട്ടത്തിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചതും എന്ത് രസമായിരുന്നു. ആ പേടിയും ആ രാത്രിയിലെ തണുപ്പും ഒക്കെയാണ് ഈ യാത്രയിലെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ആ തീ കൂട്ടത്തിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചതും എന്ത് രസമായിരുന്നു അല്ലേ? പുലർച്ചെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും എങ്ങനെയൊക്കെയോ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയില്ലേ? എന്തായാലും ആരും അറിയാതെ നമ്മൾ നടത്തിയ ഈ കാട്ടുയാത്ര നമ്മുടെ ജീവിതത്തിലെ വലിയ സാഹസികതയായി മാറിയില്ലേ?